ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 15 മുതൽ 31 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം ലോങ് ജംപ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കറിന്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം ലോങ് ജംപ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കറിന്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പി. ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന 3ാമത് PG സംസ്കൃതി പുരസ്കാരം അരുന്ധതി റോയ്ക്ക്. പി. ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന 3ാമത് PG സംസ്കൃത പുരസ്കാരം അരുന്ധതി റോയ്ക്ക്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയായി R. വൈശാലി. R. പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയായി R. വൈശാലി. R. പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ഒത്തന്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായി US നിഘണ്ടുവായ മെറിയൻ വെബ്സ്റ്റർ തിരഞ്ഞെടുത്തു. ഒത്തന്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായി US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തു. മലയാളി ശാസ്ത്രജ്ഞനായ VR. ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവേലിയർ ലീജിയൻ ദ ഓണർ പുരസ്കാരം ലഭിച്ചു. മലയാളി ശാസ്ത്രജ്ഞനായ VR. ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഓണർ പുരസ്കാരം ലഭിച്ചു. ലതാ മങ്കേഷ്കർ പുരസ്കാരം പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർക്ക്. ലതാ മങ്കേഷ്കർ പുരസ്കാരം പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർക്ക്. ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം. ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ 1ാമത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും നേടി. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ 1ാമത്. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു. നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും കൊൽക്കത്തയ്ക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായി 3ാം തവണയും കൊൽക്കത്തയ്ക്ക്. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നൈജീരിയൻ താരം വിക്ടർ ഒസിംഹന്. നൈജീരിയയുടെ അസീസാറ്റ് ഓഷോലെയാണ് മികച്ച വനിതാ താരം. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നൈജീരിയൻ താരം വിക്ടർ ഒസിംഹന്. നൈജീരിയയുടെ അസീസാറ്റ് ഓഷോലെയാണ് മികച്ച വനിതാ താരം. 2023 മികച്ച അത്ലറ്റുകളായി
പുരുഷ വിഭാഗത്തിൽ US താരം നോഹ ലൈൽസിനെയും വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത്ത് കിപ്യേഗിനെയും തിരഞ്ഞെടുത്തു. 2023 മികച്ച അത്ലറ്റുകളായി പുരുഷ വിഭാഗത്തിൽ US താരം നോഹ ലൈൽസിനെയും വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത്ത് കിപ്യേഗിനെയും തിരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരം വേദിയാകും. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരം വേദിയാകും. കേന്ദ്ര സർക്കാരിന്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ കേരളത്തിന് 1ാം സ്ഥാനം. കേന്ദ്ര സർക്കാരിന്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ കേരളത്തിന് 1ാം സ്ഥാനം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡീലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായ മീര ചന്ദിന് ലഭിച്ചു. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡീലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായ മീര ചന്ദിന് ലഭിച്ചു. ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു. ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് 32ാം റാങ്ക്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ് 1ാം റാങ്ക്. ഇന്ത്യയിൽ നിന്ന് റോഷ്നി നഡാർ മൽഹോത്ര, സോമ മൊണ്ടാൽ, കിരൺ മജൂംദാർ ഷാ എന്നീ ഇന്ത്യക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് 32ാം റാങ്ക്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ് 1ാം റാങ്ക്. ഇന്ത്യയിൽ നിന്ന് റോഷ്നി നഡാർ മൽഹോത്ര, സോമ മൊണ്ടാൽ, കിരൺ മജൂംദാർ ഷാ എന്നീ ഇന്ത്യക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി S. ഉമ തിരഞ്ഞെടുക്കപ്പെട്ടു. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി S. ഉമ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്ന ഡോക്ടർ M. കുഞ്ഞാമൻ അന്തരിച്ചു. KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ്. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്ന ഡോക്ടർ M. കുഞ്ഞാമൻ അന്തരിച്ചു. KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ്. CPI സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ കാനം രാജേന്ദ്രൻ അന്തരിച്ചു. CPI സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ കാനം രാജേന്ദ്രൻ അന്തരിച്ചു. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒക്കോണർ അന്തരിച്ചു. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒക്കോണർ അന്തരിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായിരുന്ന R. സുബ്ബലക്ഷ്മി അന്തരിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായിരുന്ന R. സുബ്ബലക്ഷ്മി അന്തരിച്ചു. US-ലെ ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ഹെൻറി കിസിൻജർ അന്തരിച്ചു. US-ലെ ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ഹെൻറി കിസിൻജർ അന്തരിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ P. സിറിയക് ജോൺ അന്തരിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ
പി സിറിയക് ജോൺ അന്തരിച്ചു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ പി എ രാമചന്ദ്രൻ അന്തരിച്ചു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ പി എ രാമചന്ദ്രൻ അന്തരിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു. ഇതോടെ 2023 ഡിസംബർ 15 മുതൽ 31 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.